ഈശോയിൽ സ്നേഹമുള്ള സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയുടെ ഔസപിതാവിൻ്റെ ബെത്ലഹേമിലേക്കുള്ള യാത്ര, പേരെഴുതിക്കാനുള്ള യാത്രയുടെ വിവരണത്തിൻ്റെ മൂന്നാം ഭാഗമാണ്, മൂന്നാം വീഡിയോ ആണ്. ഇൽ പോയമ ഡെൽ ഉമോഡിയോ, അതായത് ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത എന്ന പുസ്തകങ്ങളുടെ ഈശോ നമുക്ക് പറഞ്ഞു തരുന്നു മരിയ വാൾത്തോത്തയിലൂടെ. ഇതിൻ്റെ ദൈവീക രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക്, വിശുദ്ധ ഗ്രന്ഥത്തിലെ ദൈവീക രഹസ്യങ്ങളുടെ ആഴങ്ങളിലേക്ക് ഈശോ നമ്മെ കൊണ്ടുപോകുന്നു. ഇത് ഒന്നും രണ്ടും കണ്ടതിന് ശേഷം നിങ്ങൾ ഈ മൂന്നാം വീഡിയോ കാണണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. രണ്ടാമത്തെ വീഡിയോയുടെ അവസാനം നാം കണ്ടു, വളരെ ചുരുക്കി നമുക്കൊന്ന് ഈ കാര്യങ്ങൾ നോക്കാം. രണ്ടാമത്തെ വീഡിയോയുടെ അവസാനം നാം കണ്ടു, പരിശുദ്ധ അമ്മയും ഔസപിതാവും ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ എത്തിച്ചേർന്ന് പരിശുദ്ധ അമ്മ ലഘുഭക്ഷണത്തിന് ശേഷം പരിശുദ്ധ അമ്മ കച്ചിയുടെ പുറത്ത് വിശ്രമിക്കുന്നു. ഔസപിതാവ് എതിർവശത്ത് ചുള്ളിക്കമ്പുകൾ കൂട്ടി ഒരു തീ ഉണ്ടാക്കി അവിടെ ഇരുന്ന് വിശ്രമിക്കുന്നു. ക്ഷീണം കൊണ്ട് മയങ്ങിപ്പോകുന്നു. പരിശുദ്ധ അമ്മ കുറച്ച് കഴിഞ്ഞപ്പോൾ പരിശുദ്ധ അമ്മ പുഞ്ചിരിയോടെ എഴുന്നേറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നു. മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കുന്നു, കൈവിരിച്ച് പ്രാർത്ഥിക്കുന്നു, സാഷ്ടാംഗം വീണ് പ്രാർത്ഥിക്കുന്നു. ചന്ദ്രൻ്റെ പ്രഭ മുകളിലുള്ള വിടവിലൂടെ അകത്തേക്ക് പ്രവേശിക്കുന്നു. അമ്മയുടെ തലയുടെ മുകളിൽ, ശിരസിന് മുകളിൽ വന്ന് നിൽക്കുന്നു. അത് കൂടിക്കൂടി വരുന്നു. സ്വർഗീയ പ്രഭ അമ്മയിലേക്ക് പ്രവഹിക്കുന്നു. അമ്മയുടെ ശിരസിന് മുകളിലൊരു വലയം പോലെ അത് വന്ന് നിൽക്കുന്നു. പിന്നെ അമ്മയുടെ മുഖം സ്വർഗീയ പ്രഭയാൽ ശോഭിക്കുന്നു. അമ്മ മുഴുവൻ ധവളപ്രഭ കൊണ്ട് അമ്മ പ്രശോഭിക്കുകയാണ്. അമ്മ ആ പ്രകാശത്തിൻ്റെ വലയത്തിലേക്ക് അമ്മ അകപ്പെടുകയാണ്. ആ പ്രകാശത്തിൻ്റെ വലയത്തിൽ അമ്മ പ്രശോഭിതയായി അതിൻ്റെ കന്യക ആ സ്വർഗീയ പ്രകാശത്തിൻ്റെ വലയത്തിൽ അകപ്പെടുന്നു. അപ്പോൾ കൂട് മുഴുവൻ വജ്രം പോലെ, എല്ലാ വസ്തുക്കളും വജ്രം പോലെ പ്രശോഭിക്കുന്നു. ഈ സമയത്ത് അമ്മ ആ അലൗകികമായ ആ പ്രകാശത്തിൽ അമ്മ പ്രകാശത്തിലാണ്. ആ പ്രകാശം കുറഞ്ഞു കുറഞ്ഞു വരുമ്പോൾ അമ്മ ഉണ്ണിയെ, ലോകരക്ഷകനായ ക്രിസ്തുവിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പുറത്തു വരുന്നു. ലോകരക്ഷകനെ, സുന്ദരനായൊരു ലോകരക്ഷകനായ ക്രിസ്തുവിനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് അമ്മ പുറത്തു വരുന്നു. ഇങ്ങനെയാണ് അമ്മയുടെ നിത്യകന്യകയായ അമ്മയുടെ ഈശോയുടെ ജനനം. ഇതാണ് സഭ പഠിപ്പിക്കുന്നത്. ഈ പരിശുദ്ധ അമ്മ എന്നും നിത്യകന്യകയാണെന്ന്. അതുപോലെ വിശുദ്ധ ജോസഫും നിത്യബ്രഹ്മചാരിയാണെന്ന് ഇങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. ഒരു സാധാരണ സ്ത്രീയുടെ പ്രസവം അല്ലായിരുന്നു പരിശുദ്ധ അമ്മ ഈശോയ്ക്ക് ജന്മം കൊടുത്തത്. ദൈവീക ജനനമായിരുന്നു. അവൾ എന്നും നിത്യകന്യകയാണ്. ഇതെല്ലാം വളരെ മനോഹരമായി ഈശോ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. ഇതെല്ലാം നമുക്ക് ഈ കാര്യങ്ങളെക്കുറിച്ച് ധ്യാനിച്ച് ഈ ക്രിസ്മസിൻ്റെ സമയത്ത് ഉണ്ണീശോയെ നമുക്ക് സ്വീകരിക്കാം. ഉണ്ണീശോയെ ഹൃദയങ്ങളിലേക്ക് നമുക്ക് സ്വീകരിക്കാൻ ഒരുങ്ങാം. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. ആവേ മരിയ. താങ്ക് യു.